ഗുരുതരമായ തലച്ചോർ രോഗം ആധുനിക സ്റ്റെന്റിംഗ് ചികിത്സയിലൂടെ വിജയകരമായി മാറ്റി മാർസലിവ മെഡിസിറ്റി. അതിരമ്പുഴ സ്വദേശിനിയായ 58-കാരിക്കാണ് തലച്ചോറിൽ ഗുരുതര രോഗം ബാധിച്ചിരുന്നത്. തലച്ചോറിലെ രക്തക്കുഴലിൽ വളർന്നു വന്ന കുമിളയ്ക്ക് സിൽക്ക് വിസ്ക ഫ്ലോ ഡൈവേർട്ടർ സ്റ്റെന്റ് പ്രക്രിയ എന്ന ആധുനിക ചികിത്സ നടത്തിയാണ് ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചത്. രക്തചംക്രമണം വഴിതിരിച്ചുവിട്ടതിനു ശേഷം ധമനികളിലെ വലിയ കുമിളകളെ സുഖപ്പെടുത്തുന്ന വിദഗ്ധ ചികിത്സാ രീതിയാണിത്. തലവേദനയും തലച്ചോറിൽ വന്ന രക്തസ്രാവവുമായിട്ടാണ് അതിരമ്പുഴ സ്വദേശിനിയായ 58-കാരി മാർസലിവ മെഡിസിറ്റി ന്യൂറോ സർജറി ആൻഡ് സ്പൈൻ സർജറി വിഭാഗത്തിൽ ചികിത്സ തേടിയത്. കൊച്ചിയിലെ പ്രധാന ആശുപത്രിയിലെ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി ഇവർ മാർസലിവ മെഡിസിറ്റിയിൽ എത്തുകയായിരുന്നു. തലയോട്ടി തുറക്കാതെ ചെയ്യുന്ന എൻഡോവാസ്കുലർ സ്റ്റെന്റിംഗ് ചികിത്സയാണ് ഇവരിൽ നടത്തിയത്. രോഗലക്ഷണങ്ങളും ധമനി വീക്കവും കണ്ടെത്തിയ സ്ഥലവും വലിപ്പവും കണക്കിലെടുത്താണ് ഏറ്റവും ആധുനികമായ സിൽക്ക് വിസ്ത സ്റ്റെന്റ് ഉപയോഗിച്ചുള്ള ഫ്ലോ ഡൈവേർഷൻ പ്രക്രിയ നടത്താൻ ഡോക്ടർമാർ തീരുമാനിച്ചത്. മാർസലിവ മെഡിസിറ്റി ന്യൂറോ സർജറി ആൻഡ് സ്പൈൻ സർജറി വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ സരീഷ് കുമാർ MK-യുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ പൂർത്തിയാക്കിയത്. വലിപ്പം കൂടിയ വലിയ കഴുത്തുള്ള അന്യൂറിസങ്ങളെ ചികിത്സിക്കുന്നത് വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. 3.5 മണിക്കൂറോളം നീണ്ട എൻഡോവാസ്കുലർ ചികിത്സയിലൂടെ അന്യൂറിസത്തിലേക്കുള്ള രക്തപ്രവാഹം തടയാനും അതിന്റെ വളർച്ച തടയാനും സാധിച്ചു. അനസ്തേഷ്യോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അനു ജനാർദ്ദനനും ശസ്ത്രക്രിയയിൽ പങ്കെടുത്തു. നല്ല വ്യക്തതയും സൂക്ഷ്മതയും വിന്യാസവും ലഭിക്കുന്നതുകൊണ്ട് മികച്ച സുരക്ഷ ഉറപ്പുവരുത്തുന്നതാണ് സിൽക്ക് വിസ്ത ഫ്ലോ ഡൈവേർട്ടർ സ്റ്റെന്റ് ചികിത്സ. പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തിയ ചികിത്സയിലൂടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രോഗിയെ ഡിസ്ചാർജ് ചെയ്യാനും സാധിച്ചു. തലച്ചോറിലെ ദുർഘടമായ സ്ഥലത്ത് കണ്ടെത്തുന്ന രക്തക്കുഴൽ വീക്കങ്ങൾ സുരക്ഷിതമായി ചികിത്സിക്കുന്നതിൽ സിൽക്ക് വിസ്ത സ്റ്റെന്റ് ഉപയോഗിച്ചുള്ള പ്രക്രിയ ഏറെ ഫലപ്രദമാണെന്ന് ഡോക്ടർ അറിയിച്ചു. തലച്ചോറിലേക്ക് രക്തമെത്തിക്കുന്ന ധമനികളിൽ ഉണ്ടാകുന്ന വീക്കമാണ് അന്യൂറിസം. കഠിനമായ തലവേദന, മങ്ങിക്കാഴ്ച, ദൃശ്യങ്ങൾ രണ്ടായി കാണുക, കണ്ണുകളിലെ വേദന, കൈകാലുകളിൽ അനുഭവപ്പെടുന്ന തളർച്ച, സംസാരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് ഇതിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങൾ. i4u ന്യൂസ്, പാലാ.